നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളുമായി UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പരിസ്ഥിതി നയങ്ങൾ മലയോര കർഷകരെയും കുടിയേറ്റ ജനതയെയും ദ്രോഹിക്കുന്നതാണെന്ന് തൊടുപുഴ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി റോയി വാരികാട്ട്. KN റോയിയുടെ നേതൃത്വത്തിൽ ജനതാദൾ S പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടിന്റെ റോഡ് ഷോ നടന്നു. ഉടുമ്പന്നൂർ പാറേക്കവലിൽ നിന്ന് ആരംഭിച്ച മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയേകി. കഴിഞ്ഞ 10 വർഷമായി ഇടുക്കിയിലെ ജനജീവിതം ദുസ്സഹമാക്കിയ ഇടതുപക്ഷ സർക്കാരിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറത്താക്കണമെന്ന് അതിജീവന പോരാട്ട വേദി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളുമായി UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ്. വിദ്യാഭ്യാസ, വ്യവസായ, തൊഴിൽ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന വികസന രേഖ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നാട്ടിൽ തന്നെ തൊഴിലുറപ്പാക്കുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളുമായി UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ്. വിദ്യാഭ്യാസ, വ്യവസായ, തൊഴിൽ മേഖലകൾക്ക് മുൻഗണന നൽകുന്ന വികസന രേഖ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നാട്ടിൽ തന്നെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയിലെ പുരോഗതിക്കായി സൊസൈറ്റികൾ സ്ഥാപിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കും. വിനോദസഞ്ചാര മേഖലയിൽ ഫാം സ്റ്റേകൾക്ക് മുൻതൂക്കം നൽകുന്നതിനോടൊപ്പം രാമോജി ഫിലിം സിറ്റി മാതൃകയിൽ തൊടുപുഴയിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അബു ജോൺ ജോസഫ് വ്യക്തമാക്കി. 12ാം ക്ലാസ് കഴിയുമ്പോഴേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇവിടുന്ന് നാട് വിട്ടു പോവുകയാണ്. അവരെ നാട്ടിൽ പിടിച്ചു നിർത്തുവാനുള്ള തൊഴിൽ ഉൽപാദക മേഖലകൾ നമ്മൾ ആ രീതിയിലേക്കുള്ള ചിന്തയാണ് മുന്നോട്ട് വേണ്ടതെന്നുള്ള കാഴ്ചപ്പാടാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് പ്രധാനമായും കാർഷിക മേഖലയും അതിനോട് അനുബന്ധിച്ചുള്ള ടൂറിസം മേഖലയും പിന്നെ IT അതുപോലെ തന്നെ ആയുർവേദം തുടങ്ങിയ ഇവയെല്ലാം സമന്വയിപ്പിച്ചിട്ടുകൊണ്ടുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ജനങ്ങളുടെ മുന്നിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മുന്നോട്ടുള്ള ഒരു പുതിയ ഒരു തലത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നത്. തൊടുപുഴ UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇവിടെ UDF സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടീം UDF എന്ന നമുക്ക് നല്ല ബോധ്യത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ. കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളും എല്ലാവരും ഒരു യോജിച്ചുള്ള ഒരു പ്രവർത്തനം ഇവിടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു നല്ല ആത്മവിശ്വാസം തരുന്ന ഒരു കാര്യമാണ്. വിജയിച്ചു കഴിയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് തൊടുപുഴയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തൊടുപുഴയിൽ അടിസ്ഥാനപരമായിട്ട് ഒരു തൊഴിൽ മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള, അത് കാർഷിക മേഖലകളിൽ കർഷക സ്വാശ്രയ സംഘങ്ങളും കർഷക സൊസൈറ്റികളും രൂപീകരിച്ച് ചെറുകിട വ്യവസായങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ റീജിയണലായിട്ട് സ്ഥാപിച്ച് അവയെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ വിപണനവും ലോജിസ്റ്റിക്സും ഒക്കെ മുൻനിർത്തി കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാരെ തിരിച്ചത്. അതിനോടൊപ്പം തന്നെ ഇന്നും നമ്മുടെ ഈ മേഖലയുടെ തൊടുപുഴയിലെ പല മേഖലകളിലും ഇന്ന് ഫാം സ്റ്റേ നല്ല രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് പുറപ്പുഴയിലെ ആ കുടുകുത്തി ഭാഗത്തൊക്കെ, കുണിഞ്ഞി ഭാഗത്തൊക്കെ 2-3 കുടുംബങ്ങൾ നല്ല രീതി, അവർക്ക് എറണാകുളവുമായിട്ട് ഒരു കലിപ്സോ എന്നൊരു കമ്പനിയായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രാൻസിന് ജർമ്മനിയിൽ ഒത്തിരി കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. നമുക്ക് ഒത്തിരി പേർക്ക് അറിയാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പല കർഷക കുടുംബങ്ങളിലും ഇപ്പം ഈ രാഹുൽ ഗാന്ധി ഒരു 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ യുവാക്കൾക്ക് കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ തുക മതി പല കുടുംബങ്ങൾക്കും ഒരു നല്ലൊരു മുറിയും, ഒരു സൗകര്യമുള്ള മുറിയും, ഒരു ബാത്റൂമും ഒക്കെ സെറ്റപ്പ് ആക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫാം ടൂറിസം മേഖലയിൽ ധാരാളം ആളുകളുടെ തൊടുപുഴയ്ക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും.
അപ്പൊ ഈ കാർഷിക മേഖലയും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് അത് വിനിയോഗിച്ചുള്ള ഒരു ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ആദ്യമേ എളുപ്പത്തിൽ നമുക്ക് വലിയ മുതൽ മുടക്കില്ലാതെ ഒരു ആദ്യമേ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. പിന്നെ മുന്നോട്ട് നമുക്കറിയാം, ഞാൻ പല പ്രസംഗങ്ങളിൽ ഞാൻ പറയുകയുണ്ടായി, തൊടുപുഴയില് ധാരാളം ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു മേഖലയാണ്. ഒരു രാമോജി ഫിലിം സ്റ്റുഡിയോ മോഡലിലുള്ള ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റർ അതിനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്താൽ, നമ്മളിപ്പോൾ മലങ്കര എസ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കാളിയാർ എസ്റ്റേറ്റുകളുണ്ട്, ഒരു 10-200 ഏക്കർ സ്ഥലം അതിനു വേണ്ടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ഒരു പക്ഷേ ഒരു ഫിലിം പ്രൊഡക്ഷന്റെ എൻറ്റയർ സൈക്കിൾ തൊടുപുഴയിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതും അതിനോട് അനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അത് ഹോട്ടലുകളും ഫിലിം പ്രൊഡക്ഷന്റെ അനുബന്ധ മറ്റ് കാര്യങ്ങളും ഈ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കുറെ അധികം യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാക്കി മാറ്റാൻ സാധിക്കും. ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പി ജെ ജോസഫ് മുൻപ് സമർപ്പിച്ച 200 കോടി രൂപയുടെ മലങ്കര ടൂറിസം പ്രോജക്ട് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പി ജെ ജോസഫ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്നും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ജനപിന്തുണ വിജയം ഉറപ്പാക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അബു ജോൺ ജോസഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പരിസ്ഥിതി നയങ്ങൾ മലയോര കർഷകരെയും കുടിയേറ്റ ജനതയെയും ദ്രോഹിക്കുന്നതാണെന്ന് തൊടുപുഴ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി റോയ് വാരിക്കാട്ട് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. ജനങ്ങളെ ബലിയാടാക്കുന്ന പരിസ്ഥിതി നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും വ്യക്തമാക്കി. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പരിസ്ഥിതി നയങ്ങൾ മലയോര കർഷകരെയും കുടിയേറ്റ ജനതയെയും ദ്രോഹിക്കുന്നതാണെന്ന് തൊടുപുഴ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി റോയ് വാരിക്കാട്ട് തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആരോപിച്ചത്. പ്രകടന പത്രികയിലെ ഇക്കോ റെസ്റ്റോറേഷൻ മിഷൻ, ബഫർ സോൺ നിയന്ത്രണങ്ങൾ എന്നിവ ദശകങ്ങളായി കൃഷി ചെയ്യുന്ന സാധാരണക്കാരെ സ്വന്തം മണ്ണിൽ നിന്നും കുടിയിറക്കാൻ കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാർബൺ ഫണ്ട് ലക്ഷ്യമിട്ടുള്ള അഴിമതിയാണ് ഇത്തരം നയങ്ങൾക്ക് പിന്നിലെന്നും റബ്ബർ ഏലത്തോട്ടങ്ങളെ വനമാക്കി മാറ്റാനുള്ള നീക്കം ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പെരുവഴിയിലാക്കുമെന്നും റോയി വാരിക്കാട്ട് കുറ്റപ്പെടുത്തി. LDFന്റെ പ്രകടന പത്രികയിൽ ഏകവിള കൃഷി ചെയ്യുന്ന ഭൂമികൾ വനഭൂമിയാക്കി മാറ്റും എന്ന പ്രകടന പത്രികയിൽ വന്നിരിക്കുന്നു. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരു മുന്നണിയുടെ പ്രകടന പത്രികയിലാണ് അത് വന്നിരിക്കുന്നത്. യാദൃച്ഛികമായി സംഭവിച്ച കാര്യമല്ല. കാർബൺ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ നോഡൽ ഏജൻസിയായി AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോ ഇടുക്കി ജില്ലയിൽ 17 തോട്ടങ്ങൾ അടഞ്ഞു പോയപ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ മറ്റ് സ്റ്റേറ്റുകളിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്നു, കുടുംബം പോറ്റാനും മക്കളെ വളർത്താനും ഒക്കെ. ഇടുക്കി ജില്ലയിലെ ഏകവിള തോട്ടങ്ങൾ, ഏലത്തോട്ടവും തേയിലത്തോട്ടവും റബ്ബർ തോട്ടങ്ങളും തെങ്ങ് കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ഭൂപ്രദേശങ്ങൾ മുഴുവൻ വനമായി മാറുമ്പോൾ തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മലയോര മേഖലകൾ മുഴുവൻ ഹൈറേഞ്ചിലെ 80% സ്ഥലവും വനമായി മാറുന്നു എന്ന് പറയുമ്പോൾ ഒരു നൂറ്റാണ്ടായി മണ്ണിൽ പണിയെടുക്കുന്ന തലമുറകളായി ജീവിക്കുന്ന ആളുകളുടെ ഭൂമിയെ സംബന്ധിച്ച് വലിയ അവ്യക്തതയും വേദനയും ആളുകൾക്കുണ്ടായിരുന്നു. അതൊരു പ്രകടന പത്രികയിൽ വന്ന ഒരു തെറ്റാണെന്നും അത് തിരുത്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊഴിയിടുന്നതിന് വേണ്ടിയുള്ള പ്രകടന പത്രിക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കൊടുക്കുന്ന വാഗ്ദാനമാണ്. LDF അത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ മുന്നണിയിലെ തന്നെ പ്രബല കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ ഇത് വായിച്ചു നോക്കിയില്ലേ എന്നുള്ളതൊരു ചോദ്യമാണ്. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ മെമ്പർമാരും ഈ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ആ കമ്മിറ്റിയിലുള്ളവരാണ്. ഇല്ലെങ്കിൽ അവരിത് വായിച്ചു നോക്കാതെ സമ്മതിച്ചു കൊടുക്കുന്ന ഭരണത്തിലായിരുന്നപ്പോൾ CPM ലീഡർഷിപ്പ് പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്നത് പോലെ
പ്രകടന പത്രിക പ്രകാശനം ചെയ്തപ്പോഴും എന്താണ് പ്രകടന പത്രികയിൽ എന്ന് അവർ പരിശോധിച്ചിരുന്നില്ല എന്നുള്ളതാണ് തെളിയുന്നത്. കർഷകർക്ക് ഉടൻ പട്ടയം അനുവദിക്കുക, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച അദ്ദേഹം ജനങ്ങളെ ബലിയാടാക്കുന്ന പരിസ്ഥിതി നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടുമെന്നും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KN റോയിയുടെ നേതൃത്വത്തിൽ ജനതാദൾ എസ് പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നതാണ് രാജ്യത്തിന്റെ മതസഹോദര്യത്തിന് നല്ലതെന്ന തിരിച്ചറിവുണ്ടായതിനെ തുടർന്നാണ് പാർട്ടി വിടുന്നതെന്ന് KN റോയ് പറഞ്ഞു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. ഞങ്ങള് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തില് ജനതാദൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് സമീപകാല വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഒരു ജനാധിപത്യ മതേതര മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണെന്ന് തിരിച്ചറിവ് ഉണ്ടായി. രാജ്യം ഒരു മതസൗഹാർദ്ദത്തിന്റെ തകർച്ചയിലാണ്. അപ്പോൾ അത് ആ ചേരിയിൽ ഇത്തരം ചെറിയ കക്ഷികളെക്കാൾ കൂടുതൽ ആ തകർച്ചയെ നേരിടാനൊക്കെ കഴിയുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിനാണെന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ ചില കാര്യങ്ങളിൽ ആ സമീപനത്തെ സഹായിക്കുന്ന ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതും ഒരു കാരണമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ BJPയുടെയും NDAയുടെയും എല്ലാം നയപരിപാടികളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പല പ്രവർത്തനങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത് ഒരു ജനാധിപത്യ മതേതര വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഏതാണെന്ന് ചോദിച്ചാൽ നിരവധി കാരണങ്ങളുണ്ട്. അപ്പൊ അതും ഈ മാറ്റത്തിന്റെ പിന്നിൽ ഒരു കാരണമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കക്ഷികളാണെങ്കിലും നിരവധിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണതലത്തിൽ ഇന്ന് തന്നെ, ഞാനൊക്കെ പണ്ട് തന്നെ കമ്മിറ്റിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. ജനതാദൾ പാർട്ടിയുടെ 8ഓളം ജില്ലാ പ്രസിഡന്റുമാർ ഒപ്പിട്ട് മന്ത്രി കൃഷ്ണൻകുട്ടി മാറണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തിരുന്നതാണെന്ന്. അപ്പൊ അന്ന് ഇന്ന് വന്ന അഴിമതി അല്ലെങ്കിൽ മറ്റു ചില അഴിമതികൾ വന്നിരുന്നു ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട്. ഇന്നിപ്പോ കരിമണൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് വന്നതെങ്കിൽ അന്ന് ഈ ഹൈഡൽ ടൂറിസത്തിന്റെ മേഖലയിൽ ചില അഴിമതികൾ വന്നിരുന്നു. മാധ്യമങ്ങളിലൂടെ അതെല്ലാം വന്നതാണ്. പക്ഷെ അതൊക്കെ തിരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നുള്ള ഒരു കാരണവും കൂടിയുണ്ട്. LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടിന്റെ റോഡ് ഷോ നടന്നു. ഉടുമ്പന്നൂർ പാറേക്കവലയിൽ നിന്ന് ആരംഭിച്ചു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയേകി. മങ്ങാട്ടുകവലിലെത്തിയ റോഡ് ഷോ തൊടുപുഴ ടൗണിലും പരിസര പ്രദേശങ്ങളിലും സഞ്ചരിച്ച് വീണ്ടും മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നതോടെ റോഡ് ഷോ LDF ശക്തി പ്രകടനമായി മാറി. മാറ്റത്തിന്റെ കാഹളം മുഴങ്ങുന്ന തൊടുപുഴ മണ്ഡലത്തിൽ ആവേശത്തിരയിളക്കി LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടിന്റെ റോഡ് ഷോ. ഉടുമ്പന്നൂർ പാറേക്കവലയിൽ നിന്ന് ആരംഭിച്ചു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയേകി. DJയും ഇതോടനുബന്ധിച്ചുണ്ടായിരുന്നു. മണ്ഡലത്തിന്റെ ഗ്രാമ നഗര വീഥികളിൽ കൂടി തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടൻ ജനങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. മങ്ങാട്ടുകവലയിലെത്തിയ ശേഷം റോഡ് ഷോ ടൗണിലൂടെയും പരിസര പ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ച് വീണ്ടും മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്നതോടെ റോഡ് ഷോ അക്ഷരാർത്ഥത്തിൽ LDF ശക്തി പ്രകടനമായി മാറി. പിണറായി വിജയൻ സർക്കാർ പോറ്റി വളർത്തിയത് UDF സർക്കാർ. പിണറായി വിജയൻ സർക്കാർ പോറ്റി വളർത്തിയത് UDF സർക്കാർ.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പശ്ചിമഘട്ട സംരക്ഷണ സമിതി ചെയർമാൻ ജോൺ പെരുവന്താനം. വയനാട് കമ്പം തുരങ്കപാതകൾ നിർമ്മിക്കപ്പെട്ടാൽ ഉള്ള ആഘാതത്തെ മുൻനിർത്തിയാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഇതോടെ ഗാഡ്ഗിൽ വിഷയം വീണ്ടും ആശങ്ക ഉയർത്തുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കണമെന്ന ആവശ്യമുയർത്തി പശ്ചിമഘട്ട സംരക്ഷണ സമിതി ചെയർമാൻ ജോൺ പെരുവന്താനം. പരിസ്ഥിതി സംരക്ഷണത്തിൽ യഥാർത്ഥ പ്രതിബദ്ധത കോൺഗ്രസിനാണെന്നും പശ്ചിമഘട്ടത്തെ രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ് ഭരണമാണ് അനിവാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കമ്പം തുരങ്കപാത പോലുള്ള പദ്ധതികൾ പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയാണെന്നും ഇത്തരം വികസന പദ്ധതികൾ നിയന്ത്രിക്കാൻ പരിസ്ഥിതി ബോധമുള്ള ഭരണകൂടം വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിലാണെന്നും ജയറാം രമേശിന്റെ ഇടപെടൽ ഇതിൽ നിർണായകമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കേരളത്തിലെ വനസംരക്ഷണത്തിന് ശക്തമായ അടിത്തറ ഒരുക്കിയതും കോൺഗ്രസിന്റെ പരിസ്ഥിതി പ്രതിബദ്ധതയുടെ തെളിവാണെന്നും ജോൺ പെരുവന്താനം അഭിപ്രായപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഒരിക്കൽ കൂടി പശ്ചിമഘട്ടം ചർച്ചയാകേണ്ടതുണ്ട്. അങ്ങനെ ചർച്ചയാക്കപ്പെടണം എന്ന് ഉദ്ദേശിക്കുന്നതിന് കാരണം ഇന്ന് വികസന വായ്ത്താരികളാണ് എമ്പാടും നടക്കുന്നത്. ഇപ്പോൾ വയനാട് തുരങ്കപാതയാണെങ്കിലും നിർദ്ദിഷ്ട കമ്പം കട്ടപ്പന തുരങ്കപാതയാണെങ്കിലും ഒക്കെ പശ്ചിമഘട്ടത്തിന് വലിയ നാശം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് മഹാദുരന്തത്തിലേക്ക് വഴിവെക്കും എന്നാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. അല്ല, പശ്ചിമഘട്ടത്തിന് വേണ്ടി ആദ്യം നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ്സാണ്. ജയറാം രമേശാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. താരതമ്യേന അത്തരം ചിന്താധാരയുള്ളവർ കോൺഗ്രസിൽ കൂടുതലുണ്ട്. പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കണം ജനപ്രതിനിധികളായി വരുന്നവർ. അത്തരം ആളുകളെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിൽ യാതൊരു ഇളവും കാണിക്കാത്ത സമീപനം കോൺഗ്രസിനാണെന്നും അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സ്നേഹികൾ കോൺഗ്രസിന് പിന്തുണ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പശ്ചിമഘട്ടം സംരക്ഷിക്കാതെ ഭാവി തലമുറയ്ക്ക് നിലനിൽപ്പില്ലെന്നും കട്ടപ്പന കമ്പം തുരങ്കപാത പോലുള്ള പദ്ധതികൾ പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം ശക്തമായി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കഴിഞ്ഞ 10 വർഷമായി ഇടുക്കിയിലെ ജനജീവിതം ദുസ്സഹമാക്കിയ ഇടതുപക്ഷ സർക്കാരിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറത്താക്കണമെന്ന് അതിജീവന പോരാട്ടവേദി ആവശ്യപ്പെട്ടു. LDF പ്രകടന പത്രികയിലെ ബഫർ സോൺ നിയന്ത്രണങ്ങളും പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനവും ജില്ലയുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. കർഷകരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ UDFന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷമായി ഇടുക്കിയിലെ ജനജീവിതം ദുസ്സഹമാക്കിയ ഇടതുപക്ഷ സർക്കാരിനെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറത്താക്കണമെന്ന് അതിജീവന പോരാട്ടവേദി ആവശ്യപ്പെട്ടു. 2016 ഇടതുപക്ഷത്തിന്റെ വിജയത്തിനായി ജില്ലയിൽ പ്രചാരണം നടത്തിയ പ്രസ്ഥാനമാണ് അതിജീവന പോരാട്ടവേദി. എന്നാൽ അധികാരത്തിൽ വന്നതു മുതൽ 8 വില്ലേജുകളിലെ നിർമ്മാണ നിരോധനം ജില്ലയാകെ വ്യാപിപ്പിക്കുകയും റവന്യൂ വകുപ്പിനെ ഉപയോഗിച്ച് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുകയുമാണ് സർക്കാർ ചെയ്തതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അന്താരാഷ്ട്ര ഫണ്ടുകൾ ലക്ഷ്യമിട്ട് ആഗോള കരാറുകളുടെ ഭാഗമായാണ് മലയോര മേഖലയിൽ സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. LDF പ്രകടന പത്രികയിലെ ബഫർ സോൺ നിയന്ത്രണങ്ങളും പട്ടയഭൂമിയിലെ നിർമ്മാണ നിരോധനവും ജില്ലയിലെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും. കർഷകരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ UDFന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി. UDF ഇറക്കിയ പ്രകടന പത്രിക ഈ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗുണകരമാകുന്ന തരത്തിലാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രകടന പത്രികയെ സ്വാഗതം ചെയ്യാൻ കേരളത്തിലെ കർഷക സംഘങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കടുത്ത നിയന്ത്രണങ്ങളുള്ള മലയോര മേഖലയെ എല്ലാ തരത്തിലും ഒരു വനവൽക്കരിക്കുന്ന അന്താരാഷ്ട്ര കാർബൺ ഫണ്ടിന് വിധേയമായി വിട്ടുകൊടുക്കുന്ന തരത്തിലേക്ക് ഉള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ LDFന്റെ പ്രകടന പത്രിക ഇറങ്ങിയത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്ന 2-3 കാര്യങ്ങൾ തെറ്റുതിരുത്തുന്നു എന്ന പേരിൽ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ തിരികെ വന്നിട്ടുമുണ്ട്. ഈ 20,000-ഓളം വിദഗ്ധരായിട്ടുള്ള ആളുകൾ സംസ്ഥാനത്ത് ഏതാണ്ട് 20ഓളം സെമിനാറുകളിലൂടെ വലിയ പഠനം നടത്തി കണ്ടെത്തിയ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ഫെബ്രുവരി 20-21 ദിവസങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൽ പാസ്സാക്കപ്പെട്ട വരാൻ പോകുന്ന 10 വർഷം കൊണ്ട് കേരളത്തെ എങ്ങനെ നിർമ്മിക്കണമെന്ന് അന്തിമമായി CPM പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയും മുഖ്യമന്ത്രിയും എല്ലാം അടങ്ങുന്ന സമിതി ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 724 പേജുള്ള ആ പഠനരേഖയിൽ നിന്നുള്ള
ഏതാനും ഭാഗങ്ങളാണ് ഇത് ഈ പറയുന്ന പ്രകടന പത്രികയിൽ വന്നിട്ടുള്ളത്. ഇവിടെ മൂന്നോ നാലോ വരികൾ മാറ്റി എന്നതുകൊണ്ട് ഈ ആശങ്ക അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ മലയോര ജനതയെ വേട്ടയാടാനുള്ള പദ്ധതി മുൻകാലങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് ഇത് വളരെ വ്യക്തമായി എത്തിച്ചു എന്നുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഈ സ്റ്റേറ്റിൽ വന്നാൽ ഏതാണ്ട് 73 മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കർഷക ജനത എന്നേക്കുമായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളൊരു ഭീഷണിയാണ് ഞങ്ങൾ കാണുന്നത്. ചെയർമാൻ റസാഖ് ചൂരവേലിൽ, PM ബേബി, അഡ്വക്കേറ്റ് മഞ്ജേഷ് കുമാർ, P പ്രമോദ്, പ്രൊഫസർ ജോസുകുട്ടി ഒഴുകിയിൽ, KU അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയുടെ വികസന ചരിത്രത്തിനൊപ്പം ചേർത്ത് പിടിക്കുന്ന പേരാണ് PJ ജോസഫിന്റേത്. 5 പതിറ്റാണ്ടിലേറെയായി മണ്ഡലത്തിന്റെ ഹൃദയമിടിപ്പായി മാറിയ അദ്ദേഹത്തിന്റെ വസതി ഇന്നും സാധാരണക്കാരന്റെ വലിയ അഭയ കേന്ദ്രമായി തുടരുന്നു. ഏത് സമയവും തടസ്സങ്ങളില്ലാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന പാലത്തിനാൽ വീടിന്റെ വിശേഷങ്ങളിലേക്ക്. തൊടുപുഴ എന്നാൽ PJ ജോസഫ് എന്നും PJ ജോസഫ് എന്നാൽ തൊടുപുഴ എന്നുമാണ് ജനസംസാരം. ജാതിമതഭേദമന്യേ ആർക്കും ഏതു സമയത്തും കടന്നു ചെല്ലാവുന്ന ഇടമാണ് പുറപ്പുഴയിലെ പാലത്തിനാൽ തറവാട്. പൈതൃകത്തിന്റെ പെരുമയും ചുറ്റുമതിലുകളും ഉണ്ടെങ്കിലും അവിടെ ആരെയും തടയാൻ കാവൽക്കാരോ അടഞ്ഞുകിടക്കുന്ന ഗേറ്റുകളോ ഇല്ല. സഹായം തേടിയെത്തുന്നവർക്ക് മുന്നിൽ പാലത്തിനാൽ വീടിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുന്നു. മറ്റാരുടെയും ശുപാർശയില്ലാതെ സാധാരണക്കാർക്ക് PJ ജോസഫിനെ നേരിൽ കണ്ട കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഇടമാണ് പാലത്തിനാൽ വീട്. അവിടെ ആരെയും തടയാൻ ആരുമില്ല. ഒരു ഗേറ്റ് പോലും ആ മതിലിൽ സ്ഥാപിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ ജനകീയതയുടെ വലിയ തെളിവാണെന്ന് മുൻ പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളായി ഈ തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഈ നാടിൻ്റെ ജനപ്രതിനിധിയും കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള PJ ജോസഫ് സാറിൻ്റെ ഈ ഭവനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാനൊരു ചെറിയ പൊതുപ്രവർത്തകനായി ഈ മേഖലയിൽ തുടക്കം കുറിച്ച കാലം മുതൽ ആരാധനായ ശ്രീ PJ ജോസഫ് സാറിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ അന്നു മുതൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആർക്കും എപ്പം വേണേലും കിടന്നു ചെല്ലുവാനും ഒരു ഇടനിലക്കാരനില്ലാതെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് അവതരിപ്പിക്കുവാനും ന്യായമായ കാര്യങ്ങൾക്ക് അദ്ദേഹം ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും നേടിത്തരുവാനുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏത് സമയത്തും അദ്ദേഹത്തിനെ പോയി കാണുവാൻ മറ്റാരുടെയും ഒരു ശുപാർശക്കത്തിൻ്റെ ആവശ്യമില്ല. ഈ MLA എന്ന നിലയിലും അതുപോലെ തന്നെ മന്ത്രി എന്ന നിലയിലും പൊതുപ്രവർത്തകർ എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിനെ കാണാൻ വരുന്നവർക്ക് ഏത് പാതിരാത്രിക്കും ഈ വീട്ടിലേക്ക്, പാലത്തിനാൽ വീട്ടിലേക്ക് കടന്നു വരുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. നമുക്കറിയാം, ഒരു ഗേറ്റ് ഇല്ലാത്ത ഒരു വീട്, ഒരു മതിലാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഇവിടെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു പാതിരാത്രിക്ക് വരെ ഞാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ ഈ വീടിലെ എല്ലാ ആഴ്ചകളിലുമൊക്കെ ഞാൻ സന്ദർശിക്കുമ്പോൾ ഒരു ഇടനിലക്കാരില്ലാതെ ഓരോ കാര്യങ്ങൾക്കും നേടിയെടുക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുമെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ PJ ജോസഫ് സാർ എന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാനിതിനെ കാണുന്നു. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും സാർ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ കാണുവാനും ആവശ്യങ്ങൾ നിർവഹിക്കുവാനുമൊക്കെ ഈ വീടിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ PJ ജോസഫ് സാർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് ആയിട്ട് തന്നെ ഈ വീട് മാറിയിട്ടുണ്ട്. ഇനിയുള്ള കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന നിലയിൽ അബു ജോൺ ജോസഫിനും വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് മകൻ വളർന്നത്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനമാണ് അദ്ദേഹം മാതൃകയാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ വളരെ മികച്ച രീതിയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന് വളരെ സന്തോഷത്തോടെ നമുക്ക് പറയുവാൻ കഴിയും. എല്ലാ ആളുകൾക്കും സ്വീകാര്യമായി തൊടുപുഴയിലെ രാഷ്ട്രീയത്തിനും മതത്തിനുമൊക്കെ അപ്പുറത്ത് ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന അദ്ദേഹം മികച്ച ഒരു MLA ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ചൂടിലും പാലത്തിനാൽ വീട് തിരക്കുകളിലാണ്. വികസന നായകൻ എന്നതിലുപരി ഒരു അയൽവാസിയായും കുടുംബനാഥനായും മണ്ഡലത്തിലെ ഓരോ വ്യക്തിയും അദ്ദേഹത്തെ കാണുന്നു. അധികാരത്തിന്റെ പകിട്ടുകളില്ലാതെ, ശുപാർശകളുടെ അകമ്പടിയില്ലാതെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയെ കാണാമെന്നത് തന്നെയാണ് ഈ 5 പതിറ്റാണ്ടിലും PJ ജോസഫിനെ വ്യത്യസ്തനാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS അറിയിച്ചു.
പരസ്യപ്രചാരണം ഇന്ന് സമാപിച്ചു. നാളെ നിശബ്ദ പ്രചാരണം. 9 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ പോളിംഗ്. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നും എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും കളക്ടർ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ സുതാര്യവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. പരസ്യപ്രചാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാളെ വൈകിട്ട്, അതായത് ഏപ്രിൽ 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുകയാണ്. മറ്റന്നാൾ നിശബ്ദ പ്രചാരണത്തിനുള്ള അവസരമാണ്. 9-ാം തീയതി ഏപ്രിൽ 9-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജില്ലയിലെ എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ജില്ലയിൽ നമുക്ക് ആകെ 4,07,833 സ്ത്രീകളും 3,97,556 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടെ 8,05,427 വോട്ടർമാരാണ് നമുക്കുള്ളത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് 6,460 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് റിസർവ് ഉൾപ്പെടെയാണ്. ഇതുകൂടാതെ എല്ലാ ബൂത്തുകളിലും BLOമാരുടെ സേവനവും ലഭ്യമാണ്. ഇതുകൂടാതെ പോലീസിന്റെ ആവശ്യമായ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ 1076 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന 38 ബൂത്തുകളും 14 മോഡൽ പോളിംഗ് സ്റ്റേഷനുകളും ജില്ലയിലുണ്ട്. എല്ലാ ബൂത്തുകളും ഭിന്നശേഷി സൗഹൃദമാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 229 പോളിംഗ് ബൂത്തുകളിൽ മുതിർന്ന പൗരന്മാർ ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ വോട്ടർമാരോടും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന് വിനയപൂർവ്വം ചരിത്രപ്രധാനമായ വിധിയെഴുത്താണ് ഏപ്രിൽ 9-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലെത്തും. കേരളം മുഴുവൻ LDF സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും ഇവർ തികഞ്ഞ പരാജയമായി മാറിയെന്നും പറവൂരിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നതിനിടെ VD സതീശൻ കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളം മുഴുവൻ അതിശക്തമായ UDF തരംഗമാണ്. ഈ സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ്. ഇവർ സർക്കാരില്ലായ്മയായിരുന്നു ഇവരുടെ മുഖമുദ്ര. കേരളത്തിലെ എല്ലാ രംഗങ്ങളിലും ഇവർ തികഞ്ഞ പരാജയമായി മാറി. കേരളത്തിന്റെ ധനസ്ഥിതി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പരിതാപകരമാക്കി ഇവർ മാറ്റി. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. കാർഷിക മേഖല തകർത്തു. നെല്ല് സംഭരണം പാളി. റബ്ബറിന് പ്രകടന പത്രികയിൽ ഉറപ്പുകൊടുത്ത 280 രൂപ ചെയ്തില്ല. ഇവരിപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയെ സഹായിച്ചു എന്നാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിലെ 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 1 രൂപ ചെലവാക്കിയില്ല. 40 രൂപ മണ്ണെണ്ണയ്ക്ക് പൊതുവിപണിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പോൾ പൊതുവിപണിയിൽ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്. ആ 25 രൂപ ഇവർ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, 25 രൂപ കൊടുക്കുന്നില്ല. മലയോരത്ത് വലിയ സങ്കടങ്ങളാണ്. കാരണം വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പരമ്പരാഗതമായ രീതിയോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നിസ്സംഗരായിരിക്കുന്ന ഒരു സർക്കാരാണ്. വൈദ്യുതി ബോർഡ് ഭീമമായ കടത്തിലാണ്. 50,000 കോടിയോളം രൂപ കടത്തിലാണ്. അത് മുഴുവൻ സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 12 മാസമായി അത് തുടരുകയാണ്. ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഒരു തരത്തിലും ഇടപെടാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ സർക്കാർ ഇല്ലായ്മ എന്ന് പറഞ്ഞത്. മാർക്കറ്റിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട സർക്കാർ ഏജൻസികൾ തികഞ്ഞ പരാജയമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. ശബരിമലയിലെ സ്വർണക്കൊള്ള 3 സുപ്രധാന നേതാക്കന്മാർ ജയിലിൽ പോയി. CPMന്റെ ഹൈക്കോടതി പറഞ്ഞത് ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പം അത് കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റു കോടികൾ നേടിയെന്നാണ്. എന്നിട്ട് അതിന്റെ വ്യാജ മോൾഡ് ഉണ്ടാക്കി ചെമ്പിലുണ്ടാക്കി വെച്ചു. ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത നേതാക്കൾക്കെതിരായി അച്ചടക്ക നടപടിയെടുക്കാൻ ഈ പാർട്ടി തയ്യാറായില്ല. അവർക്ക് പൂർണ്ണമായി കുടപിടിച്ചു കൊടുക്കുകയായിരുന്നു പിണറായി ഭരണം. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കവർച്ചയാണ് നടന്നത്. കവർച്ച അയ്യപ്പന്റെ പേരിൽ 2 പ്രാവശ്യമാണ് തുടർച്ചയായി. അവിടെ സ്വർണം മോഷ്ടിച്ചത് കൂടാതെ അയ്യപ്പ സംഗമത്തിന്റെ പേരിലും കൊള്ളയാണ് അവിടെ വ്യാപകമായി നടന്നത്. വിഴിഞ്ഞം തുറമുഖമാണ് മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ വികസന കാര്യം. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുഴുവൻ അനുമതികളും മേടിച്ച് എഗ്രിമെന്റ് വെച്ച്
തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൗണ്ട് ഡൗൺ തുടങ്ങിയ പദ്ധതിയാണ്. അത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണെന്നും കടൽ കൊള്ളയാണെന്നും ആക്ഷേപിച്ച പിണറായി വിജയനാണ് ഇന്ന് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നത്. ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു, ഞങ്ങൾ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നു, കൊച്ചി മെട്രോ കൊണ്ടുവന്നു. ഇവര് 2016 മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങൾ വന്നാൽ കോഴിക്കോടും തിരുവനന്തപുരത്തും മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ കൊണ്ടുവരാൻ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും തയ്യാറാക്കാൻ പറ്റാത്ത കഴിവുകെട്ട ഗവൺമെന്റാണ് കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ചത്. ഇവരുടെ കാലത്ത് എടുത്തു പറയത്തക്ക ഒരു വിശേഷവും ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടായിട്ടില്ല. രാജാക്കാടിനെ ആവേശ കൊടുമുടിയിലാഴ്ത്തി NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്റെ റോഡ് ഷോ നടന്നു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോ രാജാക്കാട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി സമാപിച്ചു. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം BJP സൗത്ത് ജില്ലാ സെക്രട്ടറി K. കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോലയിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത്. സ്ഥാനാർത്ഥിക്കൊപ്പം സംസ്ഥാന ജില്ലാ നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുത്തു. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം BJP സൗത്ത് ജില്ലാ സെക്രട്ടറി K. കുമാർ ഉദ്ഘാടനം ചെയ്തു. തുഷാർ വെള്ളാപ്പള്ളി, BJP ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് KP അജിത്, ഉടുമ്പൻചോല മണ്ഡലം കൺവീനർ വിനു പ്രസാദ്, MS അനിൽകുമാർ, PU ജയകൃഷ്ണൻ, VS സജിമോൻ, ജോബി വാടാട്ട്, അജി മുട്ടുകാട്, സന്ദീപ് EU, പ്രിൻസ് ജോസ്, KK സ്മിത, ജോണിക്കുട്ടി ഒഴുകേൽ, ഡോക്ടർ ലവ്ലി മോൾ, സെബാസ്റ്റ്യൻ, VV ബാബു, TS തങ്കച്ചൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ നാശനഷ്ടം വരുത്തിയെന്ന് പരാതി. ആൺകുട്ടികളുടെ ടോയ്ലറ്റിലെ ടൈൽസ് പൊട്ടിക്കുകയും യൂറിനൽ ക്ലോസറ്റിനും പൈപ്പിനും നാശനഷ്ടം വരുത്തി വെക്കുകയുമാണ് ഉണ്ടായത്. ഇതോടെ അടുത്ത അധ്യയന വർഷത്തിലേക്ക് ഉപയോഗിക്കാൻ കൂടുതൽ പണം കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട അവസ്ഥയിലാണ് അധികൃതർ. തൊടുപുഴയിലെ പ്രമുഖ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. മാർച്ച് അവസാനം സ്കൂൾ അടച്ചിരുന്നു. തുടർന്ന് ഈസ്റ്റർ അവധി കഴിഞ്ഞ് സ്കൂളിൽ എത്തിയപ്പോഴാണ് ടോയ്ലറ്റിൽ നാശനഷ്ടം കണ്ടെത്തിയത്. തുടർന്ന് അന്വേഷിച്ചപ്പോൾ മാർച്ച് 25-നാണ് അവസാനമായി ടോയ്ലറ്റ് വൃത്തിയാക്കിയത്. അന്ന് വരെ കുഴപ്പമില്ല എന്നും മനസ്സിലായി. 27-ന് എത്തിയപ്പോൾ ടൈൽ പൊട്ടിയ രീതിയിൽ കണ്ടു എന്നാണ് കുട്ടികൾ പറയുന്നത്. എന്നാൽ അന്ന് കുട്ടികൾ ടീച്ചർമാരെ അറിയിച്ചിരുന്നില്ല. അതാണ് സംഭവം അധികൃതർ അറിയുവാൻ താമസിച്ചത്. CCTV പരിശോധിച്ചതിൽ കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും പ്രിൻസിപ്പൽ ജയമോൾ ജേക്കബ് പറഞ്ഞു. ടൈലും അതുപോലെ തന്നെ അതിന് കണക്ട് ചെയ്തിരുന്ന പൈപ്പുകളും എല്ലാം പൂർണ്ണമായി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. വളരെ വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഒരു ടോയ്ലറ്റാണ്, വൃത്തിയായി കിടന്നിരുന്ന ടോയ്ലറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ആരാണത് ചെയ്തതെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും വളരെ മോശമായ രീതിയിൽ ഇതിനെ ഈ രീതിയിലാക്കി വെച്ച് പോയിരിക്കുകയാണ്. ടോയ്ലറ്റിൻ്റെ പൈപ്പുകൾ നശിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ കണക്ട് ചെയ്യുന്ന പൈപ്പുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ടൈല് പൊട്ടിച്ച് അതിനെല്ലുകൊണ്ട് പൊട്ടിച്ച് നശിപ്പിച്ചു. ടോയ്ലറ്റ് ഉപയോഗശൂന്യമായതോടെ അടുത്ത അധ്യയന വർഷം ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ പണം കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ട അവസ്ഥയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. LDFന്റെ പ്രകടന പത്രികയിലൂടെ ഇടതിന്റെ കർഷക വിരുദ്ധ നിലപാട് ജനങ്ങൾക്ക് ബോധ്യമായെന്ന് ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേനാപതി വേണു. ഉടുമ്പൻചോലയിലെ വികസന പദ്ധതികളെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. വികസനത്തിലെ പൊയ്മുഖം ജനത്തിന് മനസ്സിലായി. ഇടത് ഗവൺമെന്റിന് 10 വർഷം കിട്ടിയിട്ടും മണ്ഡലത്തിലെ ആവശ്യ പദ്ധതികൾ പോലും പൂർത്തീകരിക്കാനായില്ലെന്നും സേനാപതി വേണു കുറ്റപ്പെടുത്തി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ ബ്ലോക്കുകളുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. പലതവണ ഉദ്ഘാടനം നടത്തിയിട്ടും ഇതുവരെയും ഒരു രോഗിയെ പോലും ഇവിടെ ചികിത്സിക്കാനായിട്ടില്ല. ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജും പല ഉദ്ഘാടനങ്ങൾക്ക് സാക്ഷിയായി. ചുറ്റുമതിൽ മാത്രമാണ് നിർമ്മിക്കാനായത്. രാജാക്കാട് CHSയുടെ അവസ്ഥയും പരിതാപകരമാണ്. നെടുങ്കണ്ടത്തെയും രാജാക്കാട്ടിലെയും ഫയർ സ്റ്റേഷനുകൾ, നെടുങ്കണ്ടം KSRTC തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയ നിരവധി സ്ഥാപനങ്ങളാണ് മണ്ഡലത്തിലുള്ളതെന്നും പൊള്ളയായ വികസന പ്രഖ്യാപനങ്ങൾ ജനം മനസ്സിലാക്കിയെന്നും സേനാപതി വേണു പറഞ്ഞു. 8 വർഷത്തിലേറെയായി താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം അതിപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. അവിടെ ഒരാളെ പോലും ചികിത്സിക്കാൻ നാളിതുവരെയും പറ്റിയിട്ടില്ല. താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ 4ഓ 5ഓ പ്രാവശ്യത്തിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ്. ആശുപത്രി കെട്ടിടത്തിൻ്റെ സ്ഥിതിവിശേഷം അതാണെങ്കിൽ ഉടുമ്പൻചോലയിലെ നിർദ്ദിഷ്ട ആയുർവേദ കോളേജും സമാനമായ സ്ഥിതിവിശേഷമാണ്.
2 ടേം കിട്ടിയ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് അനുവദിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുകയും അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ന് വരെയും ഒരു രോഗിയെ അവിടെ ചികിത്സിക്കാനോ ഒരു മെഡിക്കൽ കോളേജിൻ്റെ സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 1.5 കോടി രൂപയുടെ സ്ഥലത്തിന് ചുറ്റുമുള്ള ഒരു ചുറ്റുമതിലിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഈ സമീപകാലത്ത് വികസനത്തെക്കാൾ ഏറെ പ്രഖ്യാപനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നെടുങ്കണ്ടത്തെ ബസ് ടെർമിനലിനെ കുറിച്ച് എത്രയോ കാലങ്ങളായി ഇതിൻ്റെ അവകാശവാദം നടക്കുന്നു. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പ്രയോജനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പലതും വാഗ്ദാനങ്ങളായി മാറുന്നു, അല്ലെ ജലരേഖകളായിട്ട് മാറുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം നടത്തുന്ന വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമായി പലതും മാറുന്നു എന്നുള്ളതാണ്. രാജാക്കാട്ടെ ഫയർ സ്റ്റേഷൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം നെടുങ്കണ്ടത്ത് മുമ്പേ ഉള്ള ഫയർ സ്റ്റേഷനാണെങ്കിലും ഇതിനൊന്നും പുതിയ കെട്ടിടങ്ങൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞിട്ടില്ല. പൂപ്പാറയിലെ ഒരു ഗവൺമെൻറ് കോളേജ് അത് ഇന്ന് പൂട്ടിപ്പോവുകയോ നാളെ പൂട്ടിപ്പോവുകയോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നു കിഫ്ബി വഴി വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുമ്പോഴും ആ വികസന പ്രവർത്തനത്തിൻ്റെ ഒന്നും ഗുണഫലം ഇന്നോളം ജനങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഈ ഭൂ നിയമങ്ങളുടെ പരിഷ്കരണമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക വന്നതോടുകൂടി അവരുടെ കള്ളത്തരവും പൊയ്മുഖവും എത്രമാത്രം എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വനഭൂമികൾക്ക് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപിക്കുമെന്ന് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ബഫർ സോൺ പ്രഖ്യാപനം വരുന്നതോടുകൂടി ഏതാണ്ട് 35 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഈ വനത്തിന് ചുറ്റുമായിട്ട് ജീവിക്കുന്നവരുടെ അവരുടെ സ്വൈര്യ ജീവിതം തന്നെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് ഇവർ സൃഷ്ടിക്കുന്നത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇവർ ജനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭൗതിക ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഒരു PSCയിലും ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞാൽ ഡോക്ടറും ഇല്ല, അനുബന്ധ സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. വളരെ പോരായ്മയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം UDF സ്ഥാനാർത്ഥി നെടുങ്കണ്ടം ടൗണിൽ വോട്ട് അഭ്യർത്ഥിച്ചു. ആരാധനാലയങ്ങളിലും വ്യാപാര പൊതുസ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. ടാക്സി, ഓട്ടോ തൊഴിലാളികളെയും നാട്ടുകാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളുമായി UDF സ്ഥാനാർത്ഥി അബു ജോൺ ജോസഫ്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പരിസ്ഥിതി നയങ്ങൾ മലയോര കർഷകരെയും കുടിയേറ്റ ജനതയെയും ദ്രോഹിക്കുന്നതാണെന്ന് തൊടുപുഴ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി റോയി വാരികാട്ട്. KN റോയിയുടെ നേതൃത്വത്തിൽ ജനതാദൾ S പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. LDF സ്ഥാനാർത്ഥി സിറിയക് ചാഴികാടിന്റെ റോഡ് ഷോ നടന്നു. ഉടുമ്പന്നൂർ പാറേക്കവലിൽ നിന്ന് ആരംഭിച്ച മങ്ങാട്ടുകവലയിൽ സമാപിച്ചു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അകമ്പടിയേകി. കഴിഞ്ഞ 10 വർഷമായി ഇടുക്കിയിലെ ജനജീവിതം ദുസ്സഹമാക്കിയ ഇടതുപക്ഷ സർക്കാരിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ പുറത്താക്കണമെന്ന് അതിജീവന പോരാട്ട വേദി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.